സ്നേക്ക് റൂട്ട്, ഡെവിൾ പെപ്പർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കുറ്റിച്ചെടിയാണ് സർപ്പഗന്ധി. ഇന്ത്യയിലെയും മലേഷ്യയിലെയും നിത്യഹരിത വനങ്ങളിലാണ് ഇത് ഉണ്ടായിരുന്നത്. അപ്പോസൈനേസി എന്ന കുടുംബത്തിൽപ്പെട്ട ഈ സസ്യം ഇന്ന് പലയിടങ്ങളിൽ നിന്ന് വേരറ്റ് പോയിരിക്കുന്നു. റാവോൾഫിയ സർപ്പന്റൈന എന്നാണ് സർപ്പഗന്ധിയുടെ ശാസ്ത്രീയ നാമം. ഉഷ്ണമേഖല, ഉപോഷ്ണ മേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന സർപ്പഗന്ധി അല്പം ചൂടുള്ള കാലാവസ്ഥയാണ് ഇഷ്ടപ്പെടുന്നത്. 1 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന സർപ്പഗന്ധിയുടെ ഇലകളും കടും പച്ച നിറത്തിലാണ്. ഔഷധ ഗുണമുള്ള സർപ്പഗന്ധി ആയുർവേദ മരുന്നുകളിൽ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ഇന്ത്യയിലെ തണൽ നിറഞ്ഞ കാടുകളിൽ വളർന്നിരുന്ന ഇവയ്ക്ക് ഇന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ കയറ്റുമതി ചെയ്യുന്നത് നിയന്ത്രിച്ചിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1200 മുതൽ 1300 അടി വരെ ഉയരമുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സർപ്പഗന്ധി മൺസൂൺ കാലത്തിന് ശേഷമാണ് പൂവിടാൻ തുടങ്ങുന്നത്. ഇവയ്ക്ക് ചുവന്ന ഞെട്ടും പൂക്കുലകളിൽ വെളുത്ത പൂക്കളുമാണ് ഉണ്ടാവുക. ഈ ചെടിയുടെ വേരുകൾ ഏകദേശം 50 മുതൽ 60 സെന്റിമീറ്റർ വരെ ആഴത്തിൽ മണ്ണിനടിയിലേക്ക് വളർന്നിറങ്ങും. ഇതിന്റെ വേരുകൾക്ക് സർപ്പത്തിന്റെ ഗന്ധമാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് ഇതിന് സർപ്പഗന്ധി എന്ന് പേര് വന്നത്. സർപ്പഗന്ധി ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ളതും അതേസമയം പാർശ്വഫലങ്ങളുള്ളതുമായ സസ്യമാണ്. രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നായാണ് സർപ്പഗന്ധി പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ വേരിൽ നിന്നുമാണ് ഔഷധം നിർമ്മിക്കുന്നത്. സർപ്പഗന്ധിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സർപ്പസാലിന് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ കഴിവുണ്ടെന്ന് ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട്. നാഡീരോഗങ്ങൾ, അപസ്മാരം, കുടൽ രോഗങ്ങൾ, അതുപോലെ പാമ്പ് കടിയേറ്റാലുള്ള ചികിത്സയ്ക്കും മറ്റു ഉരകവർഗത്തിൽപ്പെട്ട ജീവികളുടെ കടിയേറ്റാലും ഇത് മരുന്നായി ഉപയോഗിക്കാറുണ്ട്. മലബന്ധം, കരൾ സംബന്ധമായ രോഗങ്ങൾ, സന്ധികളിൽ ഉണ്ടാകുന്ന വേദന എന്നിവയ്ക്കുള്ള മരുന്നുകളിലും ഇവ ചേർക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.